Good morning, dear students. Welcome back to company accounts classes. Today we are discussing of one of the previous questions. Forfeiture along with reissue. Journal entries പാസ് ചെയ്യാനുള്ള ഒരു പ്രീവിയസ് യൂണിവേഴ്സിറ്റി എസ് എ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. എ ബി ലിമിറ്റഡ് ഇൻവൈറ്റഡ് ആപ്ലിക്കേഷൻ ഫോർ 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each അറ്റ് എ പ്രീമിയം ഓഫ് ₹2 per share. പേയബിൾ 3 on application, 7 on allotment including premium and the balance on first and final call. Applications for 25,000 shares were received. Okay. എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 20,000 ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഷെയറിൻ്റെ ഫേസ് വാല്യൂ ₹10 ആണ്. പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രീമിയം എമൗണ്ട് ₹2 ആണ്. പേയ്മെൻറ്റ് വരുന്നത് ₹3 ഓൺ ആപ്ലിക്കേഷനാണ്. 7 ഓൺ അലോട്ട്മെൻ്റ് ആണ്. അതായത് ഇൻക്ലൂഡിങ് പ്രീമിയം. അലോട്ട്മെൻറ്റ് സ്റ്റേജിലാണ് പ്രീമിയം കളക്ട് ചെയ്യുന്നത്. ബാലൻസ് എത്ര വരുന്നോ അത്രയും ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണിയായിട്ടാണ് കമ്പനി റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കോൾ മണി വരുന്നുണ്ടാവുക ₹2 ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ കേസ് ഓവർ സബ്സ്ക്രിപ്ഷനാണ്. കമ്പനി 20,000 ഇക്വിറ്റി ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും 25,000 ഷെയർസിനുള്ള ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. സോ കേസ് ഈസ് ഓവർ സബ്സ്ക്രിപ്ഷൻ. ഇനി ക്വസ്റ്റ്യനിലുണ്ടാവുക ഈ ഓവർ സബ്സ്ക്രിപ്ഷനെ കമ്പനി എങ്ങനെ സമീപിക്കുന്നു എന്നതാണ്. നോക്കാം. ടു റെഫ്യൂസ് അലോട്ട്മെൻറ്റ് ടു ആപ്ലിക്കൻസ് ഫോർ 1,000 ഷെയർസ്. ടു അലോട്ട് ഇൻ ഫുൾ ടു ആപ്ലിക്കൻസ് ഓഫ് 4,000 ഷെയർസ്. ഓക്കെ, ഇവിടെ 5,000 ഷെയർസിൻ്റെ ഓവർ സബ്സ്ക്രിപ്ഷനാണ് വന്നത്. അങ്ങനെയാവുമ്പോൾ കമ്പനി ഓവർ സബ്സ്ക്രിപ്ഷൻ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1,000 ഷെയർസിൻ്റെ ആപ്ലിക്കൻസിന് റീഫണ്ട് കൊടുക്കുകയാണ്, റെഫ്യൂസ്. ബാക്കി 4,000 ഷെയർസിനുള്ള എക്സസ് ആപ്ലിക്കേഷൻസ് അവർക്ക് ഷെയർ അനുവദിക്കുകയാണ്. ഓക്കെ, അതായത് ടു അലോട്ട് ദ ബാലൻസ് ഓഫ് ദ അവൈലബിൾ ഷെയർസ് ഇൻ പ്രോ റാറ്റ among the other applicants, to utilize excess application money in part payment of allotment money. 4,000 ഷെയർസിന് അപ്ലൈ ചെയ്ത ആളുകൾക്ക് അവരുടെ എക്സസ് ആയിട്ട് വന്ന ആപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ദെൻ 1,000 ഷെയർസ് റീഫണ്ടുമാണ് ചെയ്യുന്നത്. 1,000 ഷെയർസിന് വന്ന എക്സസ് ആപ്ലിക്കേഷൻ മണി റിജക്റ്റ് ചെയ്യുന്നു അഥവാ റീഫണ്ട് നൽകുന്നു. ഓക്കെ, ഇതാണ് ഇവിടെ കേസ്. ഇനി സം അതർ ഡീറ്റെയിൽസ് ആർ ഗിവൺ. മിസ്റ്റർ രാജീവ് ഹോൾഡിംഗ് 200 ഷെയർസ് ടു ഹൂം ഷെയർസ് ഹാഡ് ബീൻ അലോട്ടഡ് ഓൺ പ്രോറാട്ട ബേസിസ് ഫെയിൽഡ് ടു പേ ദ എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് ആൻഡ് കോൾ ആൻഡ് മിസ്റ്റർ സജീവ് ഹോൾഡിംഗ് 100 ഷെയർസ് ടു ഹൂം ഫുൾ അലോട്ട്മെൻറ്റ് വാസ് മെയ്ഡ് ഫെയിൽഡ് ടു പേ ദ കോൾ മണി ഓൺലി. ദീസ് ഷെയർസ് വർ ഫോർഫീറ്റഡ്. രണ്ട് മെമ്പേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് മിസ്റ്റർ സജീവ് എന്ന് പറയുന്ന ആൾ 200 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു മെമ്പറാണ്. അദ്ദേഹം അലോട്ട്മെൻറ്റ് മണി ആൻഡ് കോൾ മണി രണ്ടും ഫെയിലായി. ഓക്കെ, അലോട്ട്മെൻറ്റ് മണി അടച്ചില്ല, മാത്രമല്ല കോൾ മണിയും ഫെയിലായി. ആൻഡ് ദർബൈ കമ്പനി ഫോർഫീറ്റഡ് ഹിസ് ഷെയർസ്. അതേപോലെ മറ്റൊരു മെമ്പറാണ് മിസ്റ്റർ സജീവ് ഹോൾഡിംഗ് 100 ഷെയർസ്. 100 ഷെയർ കൈവശം വെക്കുന്ന മിസ്റ്റർ സജീവ് എന്ന് പറയുന്ന ആൾ ഫെയിൽഡ് അലോട്ട്മെൻറ്റ് മണി ഓൺലി. ഓക്കെ, സോറി, ഹി ഹാഡ് പെയ്ഡ് അലോട്ട്മെൻറ്റ് മണി ബട്ട് ഫെയിൽഡ് ടു പേ കോൾ മണി ഓൺലി. കോൾ മണി അടക്കാനാണ് ഫെയിലായത്. അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടുണ്ട്, കോൾ മണി അടക്കാത്തതിൻ്റെ പേരിൽ കമ്പനി അദ്ദേഹത്തിൻ്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഫോർഫീറ്റ് ചെയ്യപ്പെട്ട ഷെയറുകൾ കമ്പനി റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. 160 forfeited shares of Rajiv
and 40 forfeited shares of Sajeev were reissued at a discount of rupee 1 per share to Mr. Vijayan. An additional information. 200 shares ആണ് മിസ്റ്റർ രാജീവിൻ്റെ ഷെയർ കമ്പനി ഫോർഫീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും 160 ഷെയർ. അതേപോലെ 100 ഷെയർസാണ് മിസ്റ്റർ സജീവിൻ്റെ കമ്പനി ഫോർഫീറ്റ് ചെയ്തത്. അതിൽ നിന്നും 40 ഷെയർ. ഇതാണ് റേഷ്യോ ചെയ്യുന്നത്. ഓക്കെ, 160 ഫോർഫീറ്റഡ് ഷെയർസ് ഓഫ് രാജീവ് ആൻഡ് 40 ഫോർഫീറ്റഡ് ഷെയർസ് ഓഫ് സജീവ്. റേഷ്യോ ഇവിടെ അറ്റ് എ ഡിസ്കൗണ്ട് ആണ് റുപ്പി 1 per ഷെയർ. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് ഷോ ജേണൽ എൻട്രീസ് ഇൻക്ലൂഡിങ് ക്യാഷ് ഇൻ ദ ബുക്സ് ഓഫ് AB ലിമിറ്റഡ്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നെസസറി ജേണൽ എൻട്രീസ് പാസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കാം, സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ആസ് യു നോ. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ്. ഇവിടെ ആപ്ലിക്കേഷൻ മണി ഓവർ സബ്സ്ക്രിപ്ഷനാണ് വന്നത്. 25,000 ഇൻറ്റു 3. ഓക്കെ, ആപ്ലിക്കേഷൻ മണി 3 ആണ്. സോ 25,000 ഇൻറ്റു 3 എന്നുള്ള എമൗണ്ട് വരണം. ഓക്കെ, ദെൻ എമൗണ്ട് വിൽ ബി 75,000. 25,000 ഇൻറ്റു 3. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, ഇനി കമ്പനി ചെയ്യുന്നത് എന്താ? 25,000 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. 5,000 ഷെയർസിൻ്റെ എക്സസ് ആപ്ലിക്കേഷൻ മണി കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നത് പോലെ 1000 ഷെയർസിനുള്ള ആപ്ലിക്കേഷൻ കമ്പനി റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ എൻട്രി നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ എഴുതാം. അങ്ങനെയാവുമ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് rupees 3,000. How it is 3,000? How it is 3,000? 3 ആണ് ആപ്ലിക്കേഷൻ മണി. 1000 ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ മണിയാണ് കമ്പനി റീഫണ്ട് ചെയ്യുന്നത്. സോ 1000 ഇൻറ്റു 3, അങ്ങനെയാണ് 3,000 വന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ മണി റിട്ടേൺഡ് എന്നുള്ള നറേഷൻ കൊടുക്കുക. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റ് മണിയിലേക്ക് ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. യൂഷ്വൽ എൻട്രി, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇഷ്യൂഡ് ക്യാപിറ്റലാണ് നോക്കുക. എത്ര ഷെയർ ഇഷ്യൂ ചെയ്തു ഇൻറ്റു ആപ്ലിക്കേഷൻ മണി. 20,000 ഇൻറ്റു 3, 60,000 ആണ് ഷെയർ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്. എമൗണ്ട് വിൽ ബി 60,000. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് എൻട്രി ഈസ് വാട്ട്? യൂഷ്വൽ എൻട്രി നോക്കുമ്പോൾ നെക്സ്റ്റ് വരെ എന്താണ്? അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആണ്. ഇവിടെ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്നത് അലോങ് വിത്ത് പ്രീമിയമാണ്. സെക്യൂരിറ്റി പ്രീമിയം ₹2 ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വൽ എൻട്രി ഓർമ്മിക്കുക. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ്, സെക്യൂരിറ്റി പ്രീമിയം ക്രെഡിറ്റ്. ഇതാണല്ലോ എൻട്രി. അലോട്ട്മെൻറ്റ് മണി ഇൻക്ലൂഡിങ് പ്രീമിയം ഡ്യൂ ഓൺ 20,000 ഷെയർസ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എമൗണ്ടുകൾ എങ്ങനെ കൊടുക്കും? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ നമുക്ക് ടോട്ടൽ എത്ര ലഭിക്കണം? ₹7 ഓൺ അലോട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. സോ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൽ 20,000 ഇൻറ്റു 7 വരണം. അങ്ങനെയാകുമ്പോൾ 1,40,000. ഓക്കെ, 1,40,000. ഇനി ഷെയർ ക്യാപിറ്റലിൽ നമുക്ക് 5 ആണ് വരേണ്ടത്. അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ ₹7 ലഭിക്കുന്നുണ്ടെങ്കിലും ഫേസ് വാല്യൂവിൻ്റെ ഭാഗമായിട്ടുള്ള ഷെയർ ക്യാപിറ്റലിൻ്റെ പാർട്ടായിട്ട് വരുന്നത് ₹5 ആണ്. 7ൽ ₹2 പ്രീമിയമാണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് അവിടെ 20,000 ഇൻറ്റു 5 വരാൻ പാടുള്ളൂ. അങ്ങനെയാകുമ്പോൾ ₹1,00,000. ക്രെഡിറ്റ് എമൗണ്ട് ₹1,00,000. ₹1,00,000 ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ടായിട്ട് ക്രെഡിറ്റ് ചെയ്യണം. 20,000 ഇൻറ്റു 2, 40,000. ഓക്കെ, ₹2 ആണല്ലോ പ്രീമിയം എമൗണ്ട്.
40,000. Then total will be 1,40,000. Okay. Then entry is what? നമ്മൾ എക്സസ് ആയിട്ട് ലഭിച്ച 4,000 ഷെയർസിനുള്ള ആപ്ലിക്കേഷൻ മണി ഉണ്ടല്ലോ, അതിന് അലോട്ട്മെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എൻട്രിയാണ് പാസ് ചെയ്യേണ്ടത്. എൻട്രി വിൽ ബി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, നമുക്ക് റിജക്റ്റ് ചെയ്യുന്ന എൻട്രിയും അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രിയും വേണേൽ ഒന്നിച്ച് എഴുതാം. ഓക്കെ, ഇവിടെ സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. എക്സസ് ആപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റഡ് ടുവാർഡ്സ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ. ഓക്കെ, അതാണ് കേസ്, അതാണ് സിറ്റുവേഷൻ, നറേഷൻ അതാണ്. എമൗണ്ട് വരുന്നത് എത്രയാണ്? എത്ര എക്സസ് ആയിട്ട് വന്നിട്ടുണ്ടാവും? 4,000 × 3. ഓക്കെ, 4,000 × 3 12,000. എമൗണ്ട് വിൽ ബി 12,000. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ്, എമൗണ്ട് 12,000. ഓക്കെ, ഇനി യൂഷ്വൽ എൻട്രി നോക്കുമ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യാണ് വേണ്ടത്. അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്സ്. ഓക്കെ, ബാലൻസ് ഓഫ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, പല വിധത്തിലും ബാലൻസ് ആയിട്ടാണ് വരുന്നത്. കാരണം ആപ്ലിക്കേഷൻ സമയത്ത് എക്സസ് ആയിട്ട് വന്ന 4,000 ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ മണി നമ്മളിപ്പോൾ അലോട്ട്മെൻറ്റ് മണിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ എത്ര ഡ്യൂ ആവുന്നുണ്ട് അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ? 1,40,000. എലോങ് വിത്ത് പ്രീമിയം നോക്കുകയാണെങ്കിൽ 1,40,000 അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ ലഭിക്കേണ്ട എമൗണ്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത്രയും എമൗണ്ട് ഇപ്പോൾ വരുന്നില്ല. എന്തുകൊണ്ട്? 4,000 ഷെയർസിനുള്ള ആപ്ലിക്കേഷൻ മണി എക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 4,000 × 3 12,000. ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ജേണൽ എൻട്രിയിൽ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അതിപ്പോൾ കിട്ടുന്നില്ല, ആ ഒരു എമൗണ്ട് ഇപ്പോൾ കിട്ടുന്നില്ല. മാത്രമല്ല 200 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന രാജീവ് എന്ന് പറയുന്ന ആൾ അലോട്ട്മെൻറ്റ് മണി ഫെയിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റ് മണി അത്രയും ലഭിക്കുന്നില്ല എന്നതും ഓർമ്മിക്കുക. 200 ഷെയർസിനുള്ള അലോട്ട്മെൻറ്റ് മണി ലഭിക്കാത്തത് കൊണ്ട് അതും ഇവിടെ ലെസ് ചെയ്ത് കാണിക്കണം. അങ്ങനെയാകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതുമ്പോൾ എമൗണ്ട് വരുന്നത് 1,26,750 ആണ്. ഓക്കെ, 1,26,750. അതെങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1,40,000 വേണമല്ലോ. അലോട്ട്മെൻറ്റ് മണി ടു ബി റിസീവ്ഡ് 1,40,000 ആണ്. ഓക്കെ, ഡിഒ എന്ന എൻട്രിയിൽ നമ്മൾ അങ്ങനെയാണല്ലോ എമൗണ്ട് കൊടുത്തത്. അതിൽ നിന്നും 12,000 മൈനസ് ചെയ്യുക. കാരണം 12,000 ഓൾറെഡി അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞു. അത് എക്സസ് ആയിട്ട് ആപ്ലിക്കേഷൻ സ്റ്റേജിൽ കിട്ടിയ എമൗണ്ടാണ്, കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ ആ ഒരു എമൗണ്ട് ലഭിക്കുന്നില്ല. ഇനി 200 ഷെയർസ് അലോട്ട്മെൻറ്റ് മണി ഫെയിലായിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ട് 1,250. അതുകൂടെ ലെസ് ചെയ്യാം. അങ്ങനെയാണ് ഈ പറയപ്പെട്ട 1,26,750 ആവുന്നത്. 1,40,000 1,26,750 ആയി മാറുന്നത് ഇങ്ങനെയാണ്. 12,000 മൈനസ് ചെയ്യുക, അതുപോലെ 1,250 മൈനസ് ചെയ്യാം. ഈ 1,250 എങ്ങനെയാണ് വരുന്നുണ്ടാവുക? 200 ഷെയർ ഹോൾഡ് ചെയ്യുന്ന മിസ്റ്റർ രാജീവ്, അദ്ദേഹം എത്ര ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും? ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ നടത്തണം. 25,000 ഷെയർസിന് അപ്ലൈ ചെയ്ത ആളുകൾക്കാണ് 20,000 ഷെയർസ് കമ്പനി അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, 20,000 ഷെയറാണ് കമ്പനി ഇഷ്യൂ ചെയ്തത്. എന്നാൽ 25,000 ഷെയറിനുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ 25,000 ഷെയർസിന് അപേക്ഷിച്ചവർക്കാണ് 20,000 ഷെയർസ് കൊടുക്കുന്നത്. അങ്ങനെയാവുമ്പോൾ മിസ്റ്റർ രാജീവ് എത്ര ഷെയറിന് അപേക്ഷിച്ചിട്ടുണ്ടാവും? അയാൾക്ക് 200 ഷെയറാണ് കമ്പനി അലോട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ റേഷ്യോ നോക്കുക. 25,000-നുള്ള ആപ്ലിക്കേഷൻ അയച്ചവർക്കാണ് 20,000 ഷെയർ കൊടുക്കുന്നത്. അങ്ങനെയാവുമ്പോൾ എന്താണ്, നമ്മൾ റേഷ്യോ ഉണ്ടാക്കി കഴിഞ്ഞാൽ 20,000 ഈസ് ടു 25,000 എന്ന് ലഭിക്കും. ഓക്കെ, അങ്ങനെയാവുമ്പോൾ എത്ര വരും?
റേഷ്യോ നമ്മൾ ചുരുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? 20:25 എന്ന് വരും. 20:25. അതിനെ വീണ്ടും ചുരുക്കുകയാണെങ്കിൽ 4:5 എന്ന് വരും. അപ്പോൾ രാജീവ് എത്ര ഷെയറിന് അപ്ലൈ ചെയ്തു എന്നെങ്ങനെ നോക്കാം? 200 × 5/4. ഓക്കെ, ആ റേഷ്യോ വെച്ച് നോക്കിയാൽ മതി. 5/4 മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? 5 ഷെയറിന് അപേക്ഷിച്ചവർക്കാണ് 4 ഷെയർ കൊടുക്കുന്നത് എന്നാണ്. ഓക്കെ, നമ്മൾ ചുരുക്കിയതാണ്. 25,000 ഷെയറിന് അപ്ലൈ ചെയ്തവർക്ക് 20,000 ഷെയർ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 5 ഷെയറിന് അപ്ലൈ ചെയ്ത ആളുകൾക്ക് 4 ഷെയർ കൊടുക്കുന്നു എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ രാജീവ് എത്ര ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് കാണുക. ഇങ്ങനെയാണ് രാജീവിന് അലോട്ട് ചെയ്ത ഷെയറിൻ്റെ എണ്ണം. ദാറ്റ് ഈസ് 200 × 5/4. ഓക്കെ, 5/4. അപ്പോൾ എന്ത് ലഭിക്കും? 250 എന്ന് ലഭിക്കും. 250 ഷെയറിന് രാജീവ് അപേക്ഷിച്ചിരുന്നു. ഓക്കെ, എന്നാൽ 200 ഷെയർസാണ് രാജീവിന് കമ്പനി അലോട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ രാജീവിൻ്റെ എക്സ് ആപ്ലിക്കേഷൻ മണി കമ്പനിയുടെ കയ്യിലുണ്ട്. എത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? ₹5 ആണ്. ₹2 പ്രീമിയം ആണല്ലോ. അത് കഴിച്ചാൽ 5 ആണ് അലോട്ട്മെൻറ്റ് മണി ആയിട്ടുള്ളത്. ആ 5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 250 × 5. ഓക്കെ, അത്രയാണ് അലോട്ട്മെൻറ്റ് മണി രാജീവ് ഫെയിലാവുന്നത്. ഓക്കെ, അത്രയാണ് രാജീവ് ഫെയിലാവുന്നത്. അത്രയാണ് രാജീവ് അടക്കേണ്ടിയിരുന്ന അലോട്ട്മെൻറ്റ് മണി. ഓക്കെ, അത്രയും രാജീവ് അലോട്ട്മെൻറ്റ് മണി ഫെയിലാവുന്നുണ്ട്. അപ്പോൾ 250 × 5 അതും കൂടെ ലെസ് ചെയ്യാം. അത്ര എമൗണ്ടാണ് നമുക്ക് അലോട്ട്മെൻറ്റ് മണി സമയത്ത് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. 1,26,750. ഈ 1,40,000 എങ്ങനെ 1,26,750 ആയി എന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങൾ യൂഷ്വൽ എൻട്രി തുടരുമ്പോൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഷെയർ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആണ്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി. ഒറ്റ കോൾ മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളൂ. അതുകൊണ്ട് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ. ആസ് യു നോ, എൻട്രി വിൽ ബി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ്. amount will be 40,000. okay, amount will be 40,000. you know, allotment money first and final call money ₹2. then number of shares issued 20,000. 20,000 into 2 is equal to 40,000. okay, that is the amount due at the time of first and final call. ഇനി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുമ്പോഴുള്ള കേസാണ്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ്ഡ്. ഓക്കെ, എക്സെപ്റ്റ് ഓൺ 300 ഷെയർസാണ്. 200 ഷെയർസ് മിസ്റ്റർ രാജീവ് ഫെയിലായി. അതേപോലെ 100 ഷെയർസ് മിസ്റ്റർ സജീവ് ഫെയിലായി. ടോട്ടൽ 300 ഷെയർസ് ഫസ്റ്റ് കോൾ സമയത്ത് ഫെയിലിയർ ആവുന്നുണ്ട്. ഓക്കെ, അത് കഴിച്ച് ബാക്കി എമൗണ്ട് അവിടെ കൊടുത്താൽ മതി. 20,000 മൈനസ് 300. ഓക്കെ, 19,700 ഷെയറിനുള്ള ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണിയാണ് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എമൗണ്ട് വിൽ ബി 39,400. ദാറ്റ് ഈസ് 19,700 × 2. ഓക്കെ, ഇനി നമ്മൾ ഫോർ ഫീച്ചറിലേക്ക് പോവാം. ഓക്കെ, ഒറ്റ കോളായതുകൊണ്ട് നമ്മുടെ എൻട്രീസ് ഇഷ്യൂ ആയി ബന്ധപ്പെട്ട എൻട്രീസ് ഇവിടെ കംപ്ലീറ്റ് ആയി. കാരണം ഫസ്റ്റ് കോൾ മണി സെപ്പറേറ്റ്, ഫൈനൽ കോൾ മണി സെപ്പറേറ്റ് അങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ട് ഒറ്റ കോളായതുകൊണ്ട് യൂഷ്വൽ എൻട്രീസ് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫോർ ഫീച്ചറിലേക്ക് പോവാം. ഇവിടെ കമ്പനി ഫോർഫീറ്റ് ചെയ്യുന്നത് 2 ടൈപ്പ് ഷെയറുകളാണ്. ഓക്കെ, 2 സിറ്റുവേഷനാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. 200 ഷെയർ മിസ്റ്റർ രാജീവ് ഹോൾഡ് ചെയ്യുന്നു.
അദ്ദേഹത്തിൻ്റെ ഷെയർ കമ്പനി ഫോർഫീറ്റ് ചെയ്യുന്നു. എപ്പോഴാണ്? അലോട്ട്മെൻറ്റ് മണിയും കോൾ മണിയും ഫെയിലാകുമ്പോഴാണ് കമ്പനി ഫോർഫീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് വിൽ ബി ദ ജേണൽ എൻട്രി? ആസ് യു നോ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ്. അവിടെ ഡെബിറ്റ് ചെയ്യേണ്ട ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹10 ആണ്. കാരണം കമ്പനി ലാസ്റ്റ് സ്റ്റേജിലാണ് ഫോർഫീറ്റ് ചെയ്യുന്നത്. കമ്പനി വെയിറ്റഡ് ടിൽ ദ കോൾ മണി. ഓക്കെ, ആൻഡ് ദെർബൈ കമ്പനി ഫോർഫീറ്റഡ് ഹിസ് ഷെയർസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 200 × 10 ഫേസ് വാല്യൂ തന്നെ എടുക്കണം, 2000. ഇനി മറ്റൊരു കാര്യം, ഈ മിസ്റ്റർ രാജീവ് അലോട്ട്മെൻറ്റ് മണി ഫെയിലായിട്ടുണ്ട്. ഓക്കെ, അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയാണ് പ്രീമിയം കളക്ട് ചെയ്യുന്നത്. സോ ഇയാൾ പ്രീമിയം അടച്ചിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ്. ഓക്കെ, 200 × 2 400. ഇനി ഏതൊക്കെ എമൗണ്ടുകളാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? എമൗണ്ട് പെയ്ഡ് ആസ് വെൽ ആസ് എമൗണ്ട് അൺപെയ്ഡ് എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. എമൗണ്ട് പെയ്ഡ് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന പേരിലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ടുകൾ അതത് അക്കൗണ്ടിൻ്റെ പേര്. എമൗണ്ട് അൺപെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെൻറ്റ്, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1250. ഓക്കെ, 1250 അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ ഇയാൾ അടയ്ക്കേണ്ടതായിരുന്നു. അത്രയും ഇയാൾ അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ അടക്കാനുണ്ട്. ഓക്കെ, അതാണ് ഫെയിലായത്. ഇനി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 400 ആണ് അടക്കേണ്ടത്. ഓക്കെ, 200 × 2. ഓക്കെ, ഇനി ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്, എമൗണ്ട് പെയ്ഡ് ബൈ ദ മെമ്പർ ₹750 ആണ് വരിക. അതായത് ₹250 × 3. 250 ഷെയറിനുള്ള ആപ്ലിക്കേഷൻ മണി ഇയാൾ അടച്ചിട്ടുണ്ടല്ലോ. ഈ മിസ്റ്റർ രാജീവ് 250 ഷെയറിന് അപ്ലൈ ചെയ്ത ആളാണല്ലോ. അങ്ങനെയാകുമ്പോൾ എമൗണ്ട് ഓൾറെഡി പെയ്ഡ് ബൈ ദ മെമ്പർ ഈസ് ₹250 × 3 750. ഓക്കെ, അത്രയും കമ്പനിയുടെ കയ്യിൽ ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് രാജീവിൻ്റെ ഷെയർ 200 ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. ഓക്കെ, ഇനി മിസ്റ്റർ സജീവ് ഹോൾഡ് ചെയ്യുന്ന 100 ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുമ്പോഴുള്ള എൻട്രി നോക്കാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. ഇവിടെയും കമ്പനി ലാസ്റ്റ് സ്റ്റേജിലാണ് ഫോർഫീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഫോർഫീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അലോട്ട്മെൻറ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് കുറച്ച് ഷെയർ ഫോർഫീറ്റ് ചെയ്യും. ശേഷം ഫസ്റ്റ് കോൾ മണി ആ ഒരു സ്റ്റേജ് പ്രോസസ്സ് കഴിയുമ്പോൾ ഫോർഫീറ്റ് ചെയ്യും. ലാസ്റ്റ് ഫോർഫീറ്റ് ചെയ്യും ഫൈനൽ കോൾ മണിക്ക് ശേഷം. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് പോലെ നമ്മൾ ആ സ്റ്റേജ് മനസ്സിലാക്കണം, ഏത് സ്റ്റേജിലാണ് കമ്പനി ഫോർഫീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്താണ് വരിക? മിസ്റ്റർ സജീവിൻ്റെ 100 ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 100 × 10 1000. ഇനി എമൗണ്ട് പെയ്ഡും അൺപെയ്ഡും നോക്കുക. ഇയാൾ അൺപെയ്ഡ് ആയിട്ടുള്ളത് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടാണ്. അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോൾ മണി ആസ് യു നോ ₹2 ആണ്. ദെൻ 100 × 2 200. ഇനി ഓൾറെഡി പെയ്ഡ് എന്താണ്? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എത്ര ഇയാൾ അടച്ചിട്ടുണ്ടാവും? ഫേസ് വാല്യൂ നോക്കുമ്പോൾ ഇയാൾ ₹8 അടച്ചിട്ടുണ്ടാവും. കാരണം ആപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും അടച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ മണി ₹3 പ്ലസ് അലോട്ട്മെൻറ്റ് മണി ₹5. ₹8 ഇയാൾ അടച്ചിട്ടുണ്ട്, ഓൾറെഡി പെയ്ഡ് ബൈ ദ മെമ്പർ. സോ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ് വർത്ത് ₹800. 100 × 8. ഓക്കെ, ഇതാണ് മിസ്റ്റർ സജീവിൻ്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി. ഓക്കെ, ഇനി നമ്മൾ റീഇഷ്യൂ ആണ് നോക്കേണ്ടത്. റീഇഷ്യൂ ഇവിടെ പറയുന്നത് അറ്റ് എ ഡിസ്കൗണ്ടാണ്. മാത്രമല്ല 160 ഷെയർ രാജീവിൻ്റെതും 40 ഷെയർ സജീവിൻ്റെയാണ് ഫോർഫീറ്റ് ചെയ്ത ഷെയറുകളാണ് കമ്പനി റീഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ടോട്ടലി
റേഷ്യോയുമായി ബന്ധപ്പെട്ട എൻട്രി പറയുമ്പോൾ നമുക്കറിയാം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നതാണ് കോമൺ എൻട്രി. ഓക്കെ, റേഷ്യോ അറ്റ് പാർ ആണെങ്കിൽ. ഇവിടെ റേഷ്യോ അറ്റ് ഡിസ്കൗണ്ട് ആണ്. ജനറലി റേഷ്യോ ഈസ് മെയ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആസ് യു നോ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 200 ഷെയർസാണ് റേഷ്യോ ചെയ്യുന്നത്. 160 + 40 ഒന്നിച്ച് എഴുതാം. ഓക്കെ, 200 × 9 കാരണം ₹1 എന്താണ് ഡിസ്കൗണ്ടാണ്. സോ 200 × 9 1800 ഈസ് ടു ബി ഡെബിറ്റഡ്. ഓക്കെ, ഇനി ₹1 ഉണ്ടല്ലോ, അത് റേഷ്യോ ഡിസ്കൗണ്ടാണ്. അതിനെ നമ്മൾ നേരത്തെ റേഷ്യോ പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, റേഷ്യോ പ്രീമിയത്തെ നമ്മൾ റേഷ്യോ ഡിസ്കൗണ്ടിനെ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന പേരിലാണ് ഡെബിറ്റ് ചെയ്യുക. അല്ലാതെ ഡിസ്കൗണ്ട് ഓൺ റേഷ്യോ എന്ന് പറയുന്നില്ല. ഫലത്തിൽ ഡിസ്കൗണ്ട് ഓൺ റേഷ്യോ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് എന്നാണെങ്കിലും അക്കൗണ്ടിൻ്റെ പേരെന്താണ്? ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്നാണ്. 200 × 1 200. ഓക്കെ, ₹1 ആണ് ഡിസ്കൗണ്ട്. 9 ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റൂൾ പറയാമെന്നുണ്ടെങ്കിൽ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൽ എത്രയുണ്ടോ അത്രയും ഡിസ്കൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം ഡിസ്കൗണ്ട് കൊടുക്കാൻ കഴിയില്ല. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിലെ ബാലൻസ് നോക്കിയിട്ടാണ് റേഷ്യോ ഡിസ്കൗണ്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക, എമൗണ്ട് ₹2000. ഓക്കെ, അതാണല്ലോ ഫേസ് വാല്യൂ. 10 ആണ് ഫേസ് വാല്യൂ. അപ്പോൾ 200 × 10 2000. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക അക്കൗണ്ടാണ്. ആഫ്റ്റർ റേഷ്യോ the profit on shares reissued should be transferred to capital reserve accounts. ഓക്കെ, അവർ എത്ര ഷെയർ ഫോർഫീറ്റ് ചെയ്തോ ആ റേഷ്യൂ ചെയ്ത ഷെയറിൻ്റെ മുകളിൽ കമ്പനിക്ക് എത്ര ലാഭം കിട്ടിയോ ആ ലാഭം, അതാണ് കമ്പനിയുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ്. അതിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്തിട്ട് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്തിട്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എൻട്രി വിൽ ബി ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്സ്. ഇതുവരെ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന പേരിലാണല്ലോ ഇവർ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ പേര് മാറുകയാണ്, അത് ക്യാപിറ്റൽ റിസർവായി മാറുകയാണ് സൂൺ ആഫ്റ്റർ റേഷ്യോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോഫിറ്റ് ഓൺ റേഷ്യോ ഓഫ് ഷെയർസാണ്. റേഷ്യോ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ്, റേഷ്യോ നടത്തിയതിന് ശേഷമുള്ള പ്രോഫിറ്റ്. അപ്പോൾ നമ്മളത് പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ 2 കാറ്റഗറിയാണ്. 200 ഷെയർസിൻ സെപ്പറേറ്റ് ഫോർഫിറ്റ് ചെയ്തു, അതേപോലെ 100 ഷെയർസ് സെപ്പറേറ്റ് ഫോർഫിറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാരണം കേസ് മാറ്റുന്നുണ്ട്. ഒരാൾ അലോട്ട്മെൻറ്റ് മണിയും കോൾ മണിയും ഫെയിൽ ആവുന്നുണ്ട്, ഒരാൾ കോൾ മണി മാത്രമേ ഫെയിൽ ആവുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇവിടെ ഒരു വർക്കിംഗ് നോട്ടായിട്ട് കാൽക്കുലേഷൻ നടത്തണം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എമൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. അത് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ എത്ര ഉണ്ട് നോക്കാം. നമ്മൾ നിലവിൽ കമ്പനിയുടെ കയ്യിൽ ലാഭമായിട്ട് എത്ര വന്നു, പ്രോഫിറ്റായിട്ട് എത്ര വന്നു എന്ന് നോക്കാം. എമൗണ്ട് പെയ്ഡ് ഓൺ ഫോർഫിറ്റഡ് 200 ഷെയർസ്. അലോട്ട്മെൻറ്റ് മണി പോലും അടക്കാതിരുന്ന 200 ഷെയർസ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ എത്ര ക്യാഷ് കമ്പനിയുടെ കയ്യിലേക്ക് വന്നു? 750 ആണ് വന്നത്. അതായത് 200 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾ 250 ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. 200 ഷെയർ അലോട്ട് ചെയ്ത് കിട്ടിയ ആൾ 250 ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ആ റേഷ്യോ വെച്ച് കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ 750 കമ്പനിയുടെ കയ്യിലുണ്ട്, അയാളുടെ ഫണ്ട്. അതേപോലെ എമൗണ്ട് പെയ്ഡ് ഓൺ ഫോർഫീറ്റഡ് 100 ഷെയർസ്. രണ്ടാമത്തെ ആൾ 100 ഷെയറാണ് ഹോൾഡ് ചെയ്യുന്നത്. ആ 100 ഷെയർ ഫോർഫീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ മുകളിൽ അടച്ച തുക, എമൗണ്ട് പെയ്ഡ് എത്രയാണ്? 8. നമ്മൾ കണ്ടല്ലോ, അയാൾ 100 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾ കോൾ മണി മാത്രമേ ഫെയിൽ ആവുന്നുള്ളൂ. സോ ₹8 അയാൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ 100 × 8 800. അപ്പോൾ ഇങ്ങനെയാണ് 2 ടൈപ്പായിട്ട് കമ്പനിയുടെ കയ്യിൽ ഫണ്ട് വന്നത്. 200 ഷെയർ ഫോർഫീറ്റ് ചെയ്ത വകയിൽ 750
₹750 കമ്പനിയുടെ കയ്യിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അതേപോലെ 100 ഷെയർ ഫോർഫീറ്റ് ചെയ്ത വകയിൽ 800 കമ്പനിയുടെ കയ്യിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂഡ് ഷെയർസാണ്. പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂഡ് ഷെയർസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂഡ് ഷെയർസാണ് നമുക്ക് വേണ്ടത്. അതാണല്ലോ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂഡ് 160 ഷെയർസ്. 2 ടൈപ്പായിട്ടാണല്ലോ റീഇഷ്യൂ ചെയ്യുന്നത്. 160 ഷെയർ 200-ൽ നിന്നുള്ളതും 40 ഷെയർ 100-ൽ നിന്നുള്ളതും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂഡ് 160 ഷെയർസ്. പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂഡ് 160 ഷെയർസ് എങ്ങനെ കാണാം? ടോട്ടൽ എത്ര പ്രോഫിറ്റ് കിട്ടി നോക്കുക റീഇഷ്യൂ ചെയ്ത വകയിൽ. ഓക്കെ, 750 ആണ് പ്രോഫിറ്റായിട്ട് ലഭിച്ചത്. 200 ഷെയർ ഫോർഫീറ്റ് ചെയ്തപ്പോൾ 750 ആണ് പ്രോഫിറ്റായിട്ട് ലഭിച്ചത്. ഓക്കെ, എത്ര ഷെയറാണ് ഫോർഫീറ്റ് ചെയ്തത്? 200. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 750 ഡിവൈഡഡ് ബൈ 200. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഷെയർ ഫോർഫീറ്റ് ചെയ്ത വകയിൽ എത്ര പ്രോഫിറ്റ് കിട്ടി എന്ന് ലഭിക്കും. അതിനെ റീഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ എണ്ണം കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു 160. ആ ഒരു കാറ്റഗറിയിൽ നിന്ന് 160 ഷെയറാണല്ലോ റീഇഷ്യൂ ചെയ്യുന്നത്. ഈസ് ഈക്വൽ ടു 600 എന്നുള്ള ഒരു എമൗണ്ട് കിട്ടും. അതാണ് പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂഡ് 160 ഷെയർസ്. ഓക്കെ, അതേപോലെ നമ്മൾ 100 ഷെയർസിൻ്റെയും കാണാം. പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂഡ് 40 ഷെയർസിൻ്റെ, ആ 100-ൽ നിന്നുള്ള 40 ഷെയർസിൻ്റെ പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂഡ് 40 ഷെയർസ് ഈസ് ഈക്വൽ ടു 800 ആണ് 100 ഷെയർസ് ഫോർഫിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ പ്രോഫിറ്റ്. അതിനെ എത്ര ഷെയറാണ് ഫോർഫിറ്റ് ചെയ്തത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇൻറ്റു 40 ഷെയറാണ് ഇപ്പോൾ റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 320 എന്നുള്ള ആൻസർ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 920 ലഭിക്കും. 600 + 320 ഈസ് ഈക്വൽ ടു 920. ഈ 920 ആണ് പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂഡ് 200 ഷെയർസ്. എന്നാൽ അതിൽ നിന്നും നമ്മൾ റീഇഷ്യൂ സമയത്ത് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ₹1. 200 × 1 200 × 1 200 കഴിച്ച് 720. 920 മൈനസ് 200 ഈസ് ഈക്വൽ ടു 720. അതാണ് എമൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ലാസ്റ്റ് ഒരു എൻട്രി നിങ്ങൾ കാണുന്ന എമൗണ്ട് 720 ആണ്. അത് വന്നത് ഇങ്ങനെയാണ്. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്ന് നമ്മൾ പാസ് ചെയ്ത എൻട്രിയുടെ എമൗണ്ട് 720 വന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് എസ്സേക്ക് വന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണിത്. ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ലെറ്റ് us see again with another examples in another videos. Thank you for all.